ഇപ്പോൾ ഇതാ ഈ സജിമോൻ ആന്റണി സൂചിപ്പിച്ചതുപോലെ അബ്ദുള്ള രണ്ടാമനുമായുള്ള ചർച്ച നടക്കുന്നു. അങ്ങനെ ചർച്ചകളിലൂടെ ഇതിനൊരു പരിഹാരം എന്ന ശ്രമം നടക്കുന്നുണ്ട്. അവിടെ ഈ അറബ് ജനതയുടെ ഒരു പിന്തുണയടക്കം ട്രംപിന് ലഭിക്കും. അങ്ങനെ ഇത് പരിഹരിക്കപ്പെടും എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? ഒന്നാമത് അബ്ദുള്ളക്കാരൻ പറയാനുള്ള ഞാനത് മാത്രമല്ല പഠിച്ചത്. അലക്സാണ്ടറെ തടഞ്ഞ പുരുവിന്റെ ഇന്ത്യൻ രാജാവ് പുരുവിന്റെ ചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെങ്കിസ് ഖാനെ തടഞ്ഞിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജിയുടെയും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ രാജാക്കന്മാരുടെ ചരിത്രം മുഗൾ സാമ്രാജ്യത്തിന്റെ ഞാൻ സമയപരിമിതി ഭവനമാണ് ഞാനും അതൊന്നും ഓർമ്മിപ്പിക്കാതിരുന്നത്. ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ 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 അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിന്റെ ഈ ക്രിക്കറ്റിലെ പടയോട്ട തടഞ്ഞ ന്യൂസിലാൻഡിനെ എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ കാലഘട്ടം സർവേലൻസ് പൂർണ്ണമാണ്. ഈ സർവേലൻസ് പൂർണ്ണമായി ഈ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെയല്ല. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് അമേരിക്കനെ പിടിക്കാൻ പറ്റില്ല. മുണ്ട് അങ്ങനെ ആയില്ല. നല്ല കുതിരശക്തി കുതിരക്കാരുണ്ടായി പിടിക്കാൻ പറ്റില്ല. ആദ്യം മനസ്സിലാക്കുക മാറിയ റിയാലിറ്റി. ഒന്നാമത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചോദിച്ചാൽ അറബ് രാജ്യങ്ങളെല്ലാം പരസ്യം അവർക്ക് യുദ്ധം ചെയ്ത് തോറ്റപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യമാണ്. സർവേലൻസ് പൂർണ്ണമാണെങ്കിൽ ഒന്ന് കേൾക്ക്. സർവേലൻസ് പൂർണ്ണമാണെങ്കിൽ 1000 ചില്ലാനം ഇസ്രായേലിൽ എങ്ങനെ വെടിവെച്ചു വന്നു? എങ്ങനെ ഹമാസ് വെടിവെച്ചു വന്നത്? സർവേലൻസ് പൂർണ്ണമാണെങ്കിൽ ഇസ്രായേൽ സമ്മതിച്ചു. അല്ല ഞാൻ പറഞ്ഞോട്ടെ, നെതന്യാഹുവിന് അവിടെ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ ക്രൈസിസ് ശ്രദ്ധ മാറ്റാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവന്മാർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തു. ഇവന്മാരെന്ത് ചെയ്തു? അവിടെ പോയി പൊട്ടിച്ചു. അയാൾ വിചാരിച്ചതിനെക്കാട്ട് അപ്പം പൊട്ടിച്ചു. അയാൾക്ക് ഒരു കാരണവും വേണ്ടിയിരുന്നു. അവിടെ പറഞ്ഞത് നമ്മുടെ സമുദായത്തിന്റെ പേര് മണ്ടമരി ഹമാസിനെ പോലെ പറന്ന ആളുകൾ ഒരു സമുദായത്തിൽ മൊത്തം ചീത്തപ്പേരുണ്ടാക്കുക. ആ പാവങ്ങളെ കൊന്നൊടുക്കി. അവിടുത്തെ പാവങ്ങളെ കൊന്നൊടുക്കാൻ നെതന്യാഹുവിന്റെ കയ്യിലെ കോടാലി കൈയായി മാറി. നെതന്യാഹു തുറന്നു കൊടുത്ത വാതിലൂടെ ഉള്ളിൽ കയറി ആക്രമിച്ചു. നിങ്ങൾ എന്താ വിചാരിച്ചു ഇവന്മാരെ കഴിവുകൊണ്ടാന്നാ? ശരി ശരി, അത്രേ ഉള്ളൂ. എന്തായാലും